ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ റസനും വിഷ്ണുവും. ഇത് അഹമ്മദാബാദ് ട്രിപ്പിന്റെ 5ാമത്തെ വീഡിയോ ആണ്. എല്ലാവർക്കും രമേഷ് ആൻഡ് സുരേഷ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്താണെന്ന് അന്വേഷിക്കുകയാണ് വിഷ്ണു. ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയാണ് തോന്നുന്നു ഉണ്ടാക്കിയ സംഭവം. എന്ത് വരുമ്പോഴും ആൾക്കാർക്ക് അതിന് ചുറ്റിനും ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞ നാടോടികളായ ആൾക്കാരൊക്കെ വന്ന് ഇതിനകത്ത് ചാക്കൊക്കെ വിരിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ ഇതേ ഇരുന്നുകൊണ്ട് തന്നെ ഇവിടെ തന്നെ തുപ്പുന്നുണ്ട്. എനിക്ക് പണ്ട് പറയത്തില്ല മരന്ന് കട തുപ്പരുതെന്ന്. ഇതെവിടെ ഇതാ സംഭവം, മരന്ന് കട തുപ്പുന്ന സ്ഥലമാണ്. മരന്ന് കട തുപ്പുന്ന ആചാരമൊന്നുമായിട്ടല്ല, നമ്മുടെ നാടിൻ്റെ രീതിയാണ്. നമ്മുടെ നാടെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ അല്ല കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ പൊതുവെ ഇന്ത്യ എന്ന് പറയുമ്പം ഭൂരിപക്ഷം അതാണല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ മെയിൻ കാഴ്ച എന്ന് പറഞ്ഞാൽ തൊട്ട് പുറകിൽ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ ശബ്ദമാണ് നമുക്ക് ഈ കേട്ടോണ്ടിരിക്കുന്നത്. ഘോരമായിട്ട് കൂട്ടമായിട്ടിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിക്കുകയാണോ പാടുകയാണോ എന്തായാലും ചെയ്യുന്നുണ്ട്. അതിൽ ഒരാൾ പാടിയിരുന്ന ആർക്കെങ്കിലുമൊക്കെ മനസ്സിലാകുന്നത്, ഈ ഭാഷ മനസ്സിലാകുന്നുണ്ട്. കൂട്ടമായിട്ട് പറയുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും മനസ്സിലാകത്തില്ല. ചില സമയത്ത് ഈ അനൗൺസ്മെൻറ്റ് നമ്മുടെ നാട്ടിൽ കൂടെ പോകും, എക്കോ ഒഴിവുണ്ട്, ഒരു കിഴങ്ങ് മനസ്സിലാകത്തില്ല. ഈ എന്തോ പറഞ്ഞുകൊണ്ട് പോയി. ഇതിന് വേറൊരു സംഭവമുണ്ട്, ഒരു ഒഴുക്ക് പോലൊരു എന്തോ ഒരു ട്യൂൺ പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പിന്നെ ആ ക്ഷേത്രം കൂടാതെ സൈഡിൽ ഒരു മസ്ജിദ് പോലത്തെ കാണുന്നത്, മസ്ജിദായിരിക്കണം, മോസ്ക് കാണുന്നുണ്ട്. പിന്നെ ആകാശത്ത് നോക്കുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം വിമാനം പോകുന്നുണ്ട്. വിമാനം നമ്മുടെ ബസ് പോകുന്ന പോലെ വിമാനം പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതൊരു കാഴ്ചയാണ്. എത്ര സമയം ഇതിൻ്റെ ഇവിടെ ഇരിക്കാനൊക്കെ അറിയത്തില്ല. ഇവിടെ തണലൊന്നുമില്ല. ചെറിയൊരു തൂണിൻ്റെ ഒരു ഷെയ്ഡിൽ നമ്മൾ ഇരിക്കുകയാണ്. ഇപ്പം കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് വരും സൂര്യൻ്റെ വെയിൽ വരും. പിന്നെ രാവിലെ ഒരു ചെറിയ തണുപ്പും ഒരു കുളിർ കാറ്റുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ കഴിയുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും. നല്ല കാറ്റുണ്ട്, ഇപ്പോൾ നല്ല കാറ്റല്ലേ? അതെ, നല്ല കാറ്റുണ്ട്, നല്ല കിഴുവൻ കാറ്റ്, നല്ലതായിട്ട് പൊടിയും പറക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് അവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വയ്ക്കുന്നു സുഹൃത്തുക്കൾ. എന്തുകൊണ്ട് അവിടെ ഒരു കൂളിംഗ് ഗ്ലാസിൻ്റെ കടയുണ്ട് കേട്ടോ. നമുക്ക് അവിടോട്ടൊന്ന് പോയി നോക്കാം. എനിക്കത് ഇത്രയും വെയിലത്ത് അത്യാവശ്യമായിട്ടൊരു സാധനമാണ് കൂളിംഗ് ഗ്ലാസ്. പിന്നെ ഇതൊരു പ്രത്യേകതരം ഒരു നാൽക്കവലയാണ്. ഇവിടുന്ന് പെട്ടെന്ന് നടന്ന് മാറിയാൻ പറ്റിയ വലിയ കാര്യമാണ്. कितने 140 का सर। ग्लास ये वाला मटेरियल मिलेगा? मैट है ये, मैट है, शाइनिंग आएगा, शाइनिंग ये मटेरियल में शाइनिंग आएगा. ഷൈനിങ് ആയിരിക്കും ഇച്ചിരി. ब्रांडेड ഒന്നിന് വെച്ച് എടാ, ഞാൻ ക്യാമറ പിടിച്ചൊക്കെ എത്തിയോ? വെള്ളമില്ലേ? ഓക്കെ അല്ലേ? അറിയില്ലേ? ഓക്കെ थोड़ा ये कम नहीं होगा? 10 रुपीज़ कम दे दो बस, 10 रुपीज़ माइनस. 190 രൂപ. आपके लेना है ना, सुबह मेरा धंधा करना है, फाइनल बोल दूंगा 150 लगा दो. 150 രൂപയ്ക്ക്. അപ്പോൾ ഇത് എടുക്കുക, 150 രൂപയ്ക്ക് എടുക്കുക. ഓക്കെ ओके. महाराष्ट्र, केरला. यहाँ पे जाने के लिए, घूमने के लिए जगह? अभी 10 बजे बाद बाजार खुलेगा पूरा. हाँ, फुल मार्केट है, जो चीज़ चाहिए मिल जाएगी इंशाल्लाह. ये पूरा बाजार है. हाँ. यहाँ से लेके पूरा बाजार है. ओके. 10 o'clock 30 मिनट ओपन हो जाएगा. अच्छा, इसको क्या कहते हैं? ये क्या है? बदर प्लाजा, पूरा बाजार बढ़ेगा. हाँ. नहीं, ये जो है ना, ये जो एलिवेटेड बनाया हुआ है, ये मार्केट है. ये नहीं, ये जो वो क्या है, खिड़की जैसा है, ये खिड़की जैसा है ना बीच में अंदर की तरफ, ये जो यहाँ पे लेटे हुए हैं ये. अच्छा, ये है ना. हाँ. बदर प्लाजा बनाएगा. हाँ. लेकिन 12 साल हुआ. अब ये है ना, ये प्रोजेक्ट 2-4 महीने बाद बदलाएगा. फेल हो गया. अच्छा. ये आगे 3 गेट है. हाँ. आगे शाही मस्जिद है. हाँ, ये वहीं से आए यहाँ पे. हाँ, फिर ये बाकी जाली वाली मस्जिद है, जामे मस्जिद है, 650 वर्ष पुरानी, वो देख लो. ओके सर. ओके. താങ്ക് യു. ആകാ പറ. നല്ല ഗ്ലാസ്സാണ്. ഇതിനേക്കാൾ കട്ടിയുണ്ട്, ഇതിനേക്കാൾ ഫ്രെയിമിന് കട്ടിയുണ്ട് കേട്ടോ. അതെ. എൻ്റെ ഫ്രണ്ട് ഗ്രേപ്സ് വയ്ക്കും, നമുക്ക് മേടിക്കണോ? അതെ, നല്ലതാടാ. അത് നല്ലതായിട്ട് വാഷ് ചെയ്തിട്ടേ കഴിക്കുന്നത് നല്ലതാണ്. ഹെൽത്തി ആയിരിക്കും. കുക്ക് ചെയ്യുന്ന സാധനത്തിനെക്കാട്ടും ഹെൽത്തിയാണ് അത്. ഇത് വലുതാ. അതെന്തുവാ? ഒരു വീട് കണ്ടിട്ട് വരട്ടെ. ഈ ക്യാ ഭയ്യ? फूल लावा मटन. हां, આ પાણી લાવવાનું. આટલા પાણીમાં નાખી દેવાના, પછી આવું પાણી થઈ જાય ને એને સ્નેહ કાઢવાનો, ફૂલ કાઢી લેવાના. इसके बारे में पता नहीं है. કેસુરાના ફૂલ છે. કેસર ફૂલ. આ
Apa kesar habusin aja na? नहीं पता. Kesurana pool. ഹോളി ഉത്സവത്തിൽ നാച്ചുറൽ നിറങ്ങൾ സൃഷ്ടിക്കാനും സൗന്ദര്യ സംരക്ഷണത്തിനും പരമ്പരാഗത ആയുർവേദ ചികിത്സാ രീതികളിലും ഉപയോഗിക്കുന്ന കേശുല പൂക്കൾ കൊണ്ടുണ്ടാക്കിയ എണ്ണയാണിത്. वो कितने? പക്ഷെ നമുക്ക് ആ സാധനം വേണ്ട, നമുക്ക് ഇവിടെ മുന്തിരി മാത്രം മതി. Daraksu. कितना? 80 kilo. Eh? 80 रुपए किलो. 1 किलो 80 രൂപയാണ്. അര കിലോ. No. हाफ. आधा. 1 kg. आप केजी बोल रहे हैं 80 रुपए ने किलो का लो. ये नहीं आप केजी हाफ के जी चाहिए. 14 रुपीज 40 रुपीज. 40 रुपये लो 50 की हुई. 50 रुपए ने हुई. നമ്മൾ ആ തീൻ ദർവാസയുടെ അവിടുത്തെ വന്നതാണ്. നമ്മൾ വരുമ്പം മാർക്കറ്റ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു. ഈ പ്ലാൻ നിന്ന് പോയതാണ്. ഈ പ്ലാൻ എന്തോ ഒരു പ്ലാന്, അതാ പുള്ളിക്കാരനോട് എന്തോ പറഞ്ഞതിന് എന്തോ ഒരു പേര് പറയുന്നുണ്ട്. അതിപ്പോ ഇത് 2 വർഷം കഴിയുമ്പോൾ ഇത് പൊളിച്ചു കളയുവാന്നുണ്ട്. എന്തോ പണിയാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലയോ. മുമ്പിൽ കാണുന്ന ഒരു പാർക്കാണ്. പക്ഷേ പാർക്കിൽ മൊത്തം അവിടെ ഒരു പ്രതിമയുണ്ട് നടുക്ക്, എന്തോ ഒരു ദേശാടകൻ. അവരാണ് കൂടുതലായിട്ടുള്ളത്. അവരതിനകത്ത് കയറി അടപടലം ഏറ്റെടുത്തിരിക്കുകയാണ്. കട്ടിലൊക്കെ ഇട്ടേക്കുക. അതെ. അതിന് നടുക്കാണെങ്കിൽ ഒരു പ്രതിമയുണ്ട്, ഒരു സ്റ്റാച്യു. 1950 മുതൽ ഇവിടെ നിലവിലുണ്ടായിരുന്ന യഥാർത്ഥ ഉദ്യാനത്തിന്റെ അതേ പ്രദേശത്താണ് കരഞ്ച് ബാഗ് ഇപ്പോൾ ഉള്ളത്. ഈ മരങ്ങളെല്ലാം പിന്നീട് നട്ടുപിടിപ്പിച്ചതാണ്. പേർഷ്യൻ ഭാഷയിൽ കരഞ്ച് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ജലധാര ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആക്റ്റീവ് അല്ല. 1933 സെപ്റ്റംബർ 21 മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്ത സർ ചിനുഭായി ബാരനറ്റിന്റെ പുനഃസ്ഥാപിച്ച പ്രതിമയാണ് ഇവിടെയുള്ളത്. പുള്ളിയുടെ ഒറിജിനൽ പേര് ചിനുഭായി മാധവലാൽ എന്നാണ്. ബാരനറ്റ് ഒരു ബ്രിട്ടീഷ് പദവിയാണ്. അദ്ദേഹം ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദു ബാരനറ്റും അഹമ്മദാബാദിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ മിൽ ഉടമയും മനുഷ്യസ്നേഹിയുമായിട്ടാണ് വിക്കിപീഡിയ പരിചയപ്പെടുത്തുന്നത്. ഈ പാർക്കിന്റെ പേരായി കരഞ്ച് ബാഗ് എന്നുള്ളത്. ഈ കരഞ്ച് ബാഗിനെ പറ്റി എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ കരഞ്ച് ബാഗ് മൊത്തം അങ്ങനത്തെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ കയറി ഇരിക്കാൻ പറ്റുമായിരിക്കും മേ ബി. അല്ല, ഇവിടെ ഇത്ര മാർക്കറ്റ് ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ചേട്ടാ, ഇവിടെ മൊത്തം ഗ്രാനൈറ്റ് കേട്ടോ. ഇതിന് മുമ്പിൽ കാണുന്ന ആ ക്ഷേത്രത്തിലായിരിക്കും ശബ്ദമൊക്കെ കേട്ടോ നമ്മളിതുവരെ. അതെ. നമുക്ക് എന്നാ പിന്നെ ആ മാർക്കറ്റ് കാണാം. അത് പഴയ ഒരു കെട്ടിടത്തിന്റെ ഭാഗമില്ലയോ? പഴയ കെട്ടിടം. അതൊരു ഫോർട്ടിന്റെ ദർവാസയ. പക്ഷെ അത് സിംഗിൾ വാതിലേ ഉള്ളെന്ന് തോന്നുന്നു. കണ്ടോ, അതിന് പറഞ്ഞ കോട്ടവാതിലുണ്ട്, ഗേറ്റ് ഉണ്ട് ഇതിന്. കണ്ടോ, ഇത് എല്ലാ കോട്ടവാതിലിനും ഇങ്ങനെ ഗേറ്റ് ഉണ്ടായിരുന്നു പണ്ട്. പിന്നെ ഈ ഗേറ്റ് മാറ്റുന്നതാ. രാജാക്കന്മാരുടെ കാലത്ത് ഇതിന്റെ ഫ്രണ്ടിൽ 2 പടയാളികൾ നിൽപ്പുണ്ടായിരിക്കും കുന്തവുമായിട്ട്. ഇങ്ങനെയുള്ള ഫോർട്ടുകളാണ് നമ്മുടെ ഈ അഹമ്മദാബാദിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി. ഇപ്പൊ ഇതുവരെ കണ്ടത് വെച്ചാൽ ഇത് ഫോർട്ട് ഗേറ്റാ. ഇവിടുത്തെ വഴിയോര കച്ചവടം വേറെ ലെവലാണ് മോനെ. ക്ഷേത്രത്തിൽ നിന്ന് മറ്റേ നെറ്റിക്ക് സിന്ദൂരമൊക്കെ ഇട്ട് നിൽക്കുന്ന നിൽപ്പുണ്ട്. ഹലോ ഗൈസ്. ഹലോ, വേർ ആർ യു ഫ്രം? Germany. Okay. Is it first day or First day in Ahmedabad, the third day in India. Okay. How is the traveling, Ahmedabad? Till now, pretty good. Yeah. Pretty good. Yeah. So, which places have you visited? Just Mumbai and this. Okay. We're traveling north and then We are coming from Kerala. Have you heard about Kerala? Yes, I will go. I will In the go south, yeah. Are you visiting there? I guess so, yeah. So sorry for disturbing you. Enjoy yourself. Yeah, thank you. ഗവൺമെന്റിന്റെ ബുക്ക് ഡിപ്പോയാന്ന്. മേ ബി പിന്നെ പണ്ട് വർക്ക് ചെയ്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പോർട്ടിന്റെ ഭാഗം തന്നെ ഈ ബിൽഡിംഗ് അല്ല, ഇതെല്ലാം ആ പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ബിൽഡിങ്ങാണ്. ബൈ इसके लिए कवर है. ഡ്രസ്സിൻ്റെ റെഡ്മിയുടെ ഫോണിന് വേണ്ടി ഒരു കവർ നോക്കുകയാണ്. ഇവിടെ കുറേ ടൈപ്പ് കവർ കിട്ടുന്നതാണ്. ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ ചീപ്പ് റേറ്റ് കിട്ടുമായിരിക്കും. ഭയ്യ തോടുന്നു അറിയാതെ വല്ല കാര്യങ്ങൾ കവർ തെറ്റിപ്പോയി. അതെ, ഞാൻ മേടിച്ചേനായിരുന്നു. ഉടുത്ത വിലയാണ് പറഞ്ഞ് തെറ്റിപ്പോയി നമ്മൾ. അതെ.
ആ ബെൽറ്റ് വേണോ? എടാ ഒന്ന് നോക്കിയിട്ട് ഒന്ന് നോക്കടാ, നല്ലതാണെങ്കിൽ ഒരെണ്ണം വേണം. കൊള്ളാവോ? മെറ്റീരിയൽ കൊള്ളത്തില്ല. ഇത്തരം പക്കമുള്ള വേറെ മെറ്റീരിയൽ ഉണ്ടല്ലോ. ये वाला दूसरा मटेरियल मिलेगा, ऊपर चढ़ना है. चलेगा भी अच्छा. दो ഇതിങ്ങനെ ഒരു കിഴുത്ത് കിട്ടു കഴിഞ്ഞാൽ एक मिनट उतार के दिखाना. എടാ നിന്റെ സൈസ് ഒന്ന് നോക്കടാ. ഹേ 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 വേണ്ട. മനസ്സിലായി? पप्पा क्या इचूड़ा വേണം. ये थोड़ा और लंबा मिलेगा, थोड़ा और. उससे लंबा नहीं आएगा. इससे लंबा नहीं है. बड़ा वेंडा वेच കൊടുത്തേ. हमारे लिए नहीं है, घर के एक और आदमी उनके लिए थोड़ा और मोटा चाहिए था. बड़ा दे रहा ना आपको. नहीं नहीं ये वाला चाहिए, वो वाला चाहिए, उसका बड़ा चाहिए. नहीं आता. मैंने नहीं है नहीं मेरे पास है इसलिए बोलो. दो है इसलिए बोल रहा हूँ. नहीं दो है मेरे पास अभी इसलिए बोल रहा हूँ, है इसलिए. സുഹൃത്തുക്കളെ ഭയങ്കര നമ്മളെ മാമനൊന്നുമല്ല കേട്ടോ, മാമനും മച്ചാനൊന്നുമല്ല. എമ്മ വട്ടത്തരം പറയാം. ഇവരോട് ശ്രേയ കൂടുമ്പോൾ മാമനും മച്ചാനും ഒക്കെ ആക്കുന്ന വേറെ പരിപാടിയാണ്. ഇവിടുന്ന് മാമാ ഏത് മാമൻ? മാമാ ഓടിക്കോ മാമ. അല്ലെങ്കിലും മാമൻ പോവാണ്. എന്റെ പെരുമോനി സ്ട്രീറ്റ് മാർക്കറ്റാണ്. അതെ. അതുകൊണ്ട് ഈ ഹൈ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളൊന്നും പ്രതീക്ഷിക്കരുത്. കിട്ടിയാൽ ലോട്ടറി. ഇതെല്ലാം ട്രാക്ക് സ്യൂട്ടും ബുദ്ധിമുട്ടായിട്ട് അതൊന്ന് നോക്കും, എല്ലാം ഉണ്ടെന്ന് നോക്കും. ഇത് നിനക്ക് 36 38 നോക്കും. 38 ജീൻസ് പാൻറ് 38 ജീൻസ് 38 ജീൻസ് 38 ആ ജീൻസ് പാൻറ് ഏത് കാണാൻ നോക്കുന്നത്? ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ടോ? 38 ബ്ലാക്ക് കളറേ. जीन्स पैंट नहीं है, जीन्स पैंट ऐसा ही ब्लैक आएगा. അത് നോക്കിക്കട ഏത് മെറ്റീരിയലാണ്? ഇത് മറ്റേ അറിയാമോ? ലൈറ്റ് കളർ कलर देखो सर, ऐसा कलर मिलेगा प्योर ब्लैक पूरा ये कॉटन जींस होता है. कपड़ा अच्छा सा देखो, खोल के देखो, दिखाओ देखो. ये भी आएगी पहनने के, या कपड़ा एक नंबर आएगा तुम्हारे. दिस इज नॉट कॉटन. कॉटन ഇങ്ങനെ വലിയത്തില്ല, ചെറുതായിട്ടൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ കൊണ്ടുവരുന്ന ഐറ്റംസാണ്. അതായത് ഈ പറഞ്ഞ യൂസ് പ്രൊഡക്റ്റിനകത്ത് ഫസ്റ്റ് ക്വാളിറ്റി എന്നൊക്കെ പറയത്തില്ലയോ? എനിക്ക് തോന്നുന്നത് അത് ഫസ്റ്റ് ക്വാളിറ്റി അല്ല, സെക്കൻഡ് ക്വാളിറ്റിയോ വല്ലതായിരിക്കും യൂസ്ഡ് പ്രൊഡക്റ്റിനകത്ത് തന്നെ. കാരണം ഈവൻ അതിനകത്ത് മറ്റേ കളർ പെയിന്റുകളും ഒക്കെ ഇരിപ്പുണ്ട്. വീണ്ടും ഒരു കളർ കൊടുത്ത പ്രൊഡക്റ്റ് പോലും ഇരിപ്പില്ല അവരുടെ കയ്യിൽ. നല്ല കട്ടിയുള്ള ജീൻസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒരു ലെയർ തേച്ച് ഉരച്ച് കളഞ്ഞിട്ട് പിന്നെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റ് അതൊക്കെ. ഇത് കണ്ടോ, ഇത് വേറൊരു അവിടെ ഒരു ദർവാസ അതുപോലെ ഉണ്ടാക്കാൻ നോക്കിക്കുന്നതാണ്. വെറുതെ ലാന തണ്ണാൻ മുക്കിയതാണ്. അതെ അതെ. നമ്മളുണ്ടാക്കി ടീഷർട്ട് വേണോ? ആ ടീഷർട്ടിന് തീരെ കട്ടി കുറവാണ്. ടീഷർട്ട് നോക്കി ഇവിടെ മാർക്കറ്റ് ചറവറയാണല്ലോ. ഇവിടെ നിറയെ മാർക്കറ്റാണ്, തുണിയുടെ മാർക്കറ്റാണ്. പക്ഷേ ചെരുപ്പുകളെ, തുണികളെ, ഇതുകൊണ്ട് കപ്പും സോസറുകളും ഇവിടെ എല്ലാം അപ്പോൾ ക്ലോത്തിൻ്റെ മാർക്കറ്റാണ്. അതെ. ഇവിടുന്ന് അകത്തോട്ട് ആ ക്ലോത്തിൻ്റെ മാർക്കറ്റ്. നമുക്ക് അങ്ങോട്ട് അതോട്ട് കയറി നോക്കിയാലോ? ഇത് കൊള്ളാവുന്നതാണ്, ഇങ്ങനെ പാക്കറ്റ് വരുന്ന സാധനം. പാക്കറ്റ് കണ്ടിട്ട് നോക്കണ്ട, അകത്തിരിക്കുന്ന സാധനം അതൊന്നും നോക്കിയാൽ മതി. വേണ്ടടാ കുലുക്കി. ये 200 का वन पीस, ये गर्ल्स का है, ये बॉय का है. किसके लिए लेना है आपके? ഇത്ര വശം അല്ല 200 രൂപ. 200 രൂപ വാച്ചോ? ലേഡീസിൻ്റെയോ ജെൻസിൻ്റെയോ? അത് 150 രൂപ. കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം അല്ലയോ? രാവിലെ 11 മണിക്ക് തുടങ്ങി രാത്രി 10 മണി വരെയുള്ള മാർക്കറ്റ്.
ഇത് മൊത്തം ക്ലോത്താണ് കേട്ടോ. വേണ്ട സുഹൃത്തുക്കളെ, ഈ മാർക്കറ്റ് മുകളിൽ തണലിന് വേണ്ടി തുണി കൊണ്ട് കെട്ടിയിരിക്കുന്നത് കണ്ടോ. ഇതെല്ലാം തുണിക്കടകളാണ് കേട്ടോ. എടാ എന്ത് എഴുതി വെച്ചേക്കുന്നത്? ഇവർ വേറെ ഭാഷയൊന്നും എഴുതാത്തത് കൊണ്ട് തന്നെ എഴുതി വെച്ചേക്കുന്നത് എന്തെന്ന് മനസ്സിലാകത്തില്ല. ഭാഗ്യം. ഇത് ഇവിടെ കടകളൊക്കെ ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം ലേഡീസിൻ്റെ മാർക്കറ്റാണ് കേട്ടോ. ലേഡീസിന് ഇഷ്ടം പോലെ ചുരിദാറുകൾ, ചുരിദാർ പീസുകൾ മാറി വണ്ടി ഓടുന്നുണ്ട്. പിന്നെ ഒക്കെ കിടപ്പുണ്ട്. കുട്ടികളുടെ ഡ്രസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കൊന്ന് കണ്ടത് ഇതൊക്കെ ഉണ്ട്, കുട്ടികളുടെ ഡ്രസ്സുകളാണ്. അങ്ങനെ മോഡേൺ രീതിയിലൊക്കെ ഡ്രസ്സുകളുണ്ട്. ഇത് ലേഡീസിനുള്ളതാണ്. ഈ മാർക്കറ്റിൻ്റെ നാം ക്യാ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഡാൽഗർവാൾ മാർക്കറ്റിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഹമ്മദാബാദിലെ ഏറ്റവും തിരക്കേറിയ വസ്ത്ര മാർക്കറ്റിൽ ഒന്നാണിത്. വിഷ്ണു ഒരു കൂളിംഗ് ഗ്ലാസ് മേടിച്ച് ഇനി അടുത്ത ഒരു കൂളിംഗ് ഗ്ലാസ് കൂടെ മേടിക്കാനുള്ള ഒരു ഇതാണ്. 50 രൂപ കിട്ടുമെന്ന് നോക്കുവാണ് വിഷ്ണു. ഏറ്റവും ചീപ്പ് ക്വാളിറ്റി എത്രയാണെന്ന് ചോദിച്ചു ഞങ്ങൾക്ക് വെക്കാൻ പറ്റുന്നത്. ഇതെല്ലാം 100 രൂപയുടെയാണോ? അങ്ങനെ ലാൽ ദർവാസ മാർക്കറ്റ്, ദൽഗർവാഡ് മാർക്കറ്റ് എന്നീ കാഴ്ചകളോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ പിന്നെ കാണാം. ഗുഡ് ബൈ.